ഉപ്പുതറ കണ്ണമ്പടി ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്കും ഈ വർഷം മുതൽ ഒരേ യൂണിഫോമിൽ സ്കൂളിൽ എത്താം. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം നൽകുന്നത്. ഇടുക്കി വൈൽഡ് ലൈഫ് റേഞ്ച് ഓഫീസർ ബി പ്രസാദ് കുമാർ യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനത്തിനു നടുവിൽ ആദിവാസി സങ്കേതത്തിലെ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ് കണ്ണമ്പടി ട്രൈബൽ സ്കൂൾ. തുടർച്ചയായി 100% വിജയം നേടുന്ന കണ്ണമ്പടി സ്കൂളിലെ കുട്ടികൾക്ക് ഏകീകൃത യൂണിഫോം ഉണ്ടായിരുന്നില്ല. ഏകീകൃത യൂണിഫോമിനായി പല ഏജൻസികളെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഇടുക്കി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡൻ ബി പ്രസാദ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ബാഗും കൂടെയും വാങ്ങി നൽകിയിരുന്നു. ഈ വർഷം എന്തു വേണമെന്ന് പ്രസാദ് കുമാർ ആരാഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേ യൂണിഫോം വേണമെന്ന് സ്കൂളിലെ അധ്യാപകർ ആവശ്യപ്പെട്ടു. പ്രസാദ് കുമാർ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ അസോസിയേഷൻ വിത്ത് ലിറ്റ്മസ് 7 സൊല്യൂഷൻ എന്ന കമ്പനിയെ കൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ യൂണിഫോം തുണികൾ എത്തിക്കുകയായിരുന്നു. തുണി തയ്ക്കാനുള്ള കൂലിയും നൽകും. പരിസ്ഥിതി ദിനത്തിൽ യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിനെ തോൽപ്പിക്കുക, അതുവഴി ഭൂമിയെ രക്ഷിക്കുക എന്നാണ് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? കടയിൽ ചെന്ന് ഒരു കൂട് പാല് മേടിക്കുമ്പോൾ ഒരു കൂടിൻ്റെ അകത്തിട്ട് തരാൻ പറയുമോ കടക്കാരനോട്? 1/2 കിലോ മീൻ മേടിക്കുമ്പോൾ ഒരു കൂടിട്ട് തരാൻ പറ്റും? എത്ര കൂട് വീട്ടിൽ വരും? ബിസ്ക്കറ്റ് കൂട്. അല്ലാതെ തന്നെ ബിസ്ക്കറ്റ് നിങ്ങൾ സ്ഥിരം തിന്നുന്നത് ബിങ്കോ ഇതൊക്കെ വെച്ച് വരുമല്ലേ? യൂണിഫോം വിതരണ യോഗത്തിൽ ഉപ്പുതറ പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റർ കെ സജിമോൻ, FRC ചെയർമാൻ PK കുമാരൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ഡോക്ടർ സുമ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, PTA അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.